വനം വകുപ്പിന്റെ പരാതിയിൽ കോന്നി എംഎൽഎ ജനീഷ് കുമാറിനെതിരെ കേസെടുത്ത് പോലീസ്. വനം വകുപ്പ് നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത ആളെ KU ജനീഷ് കുമാർ MLA ബലമായി മോചിപ്പിച്ച സംഭവത്തിലാണ് നടപടി. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, കഴിഞ്ഞ ദിവസമാണ് MLA വനം വകുപ്പിന്റെ ഓഫീസിൽ കയറി അവിടുത്തെ ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുന്നതും അതുകൂടാതെ വനം വകുപ്പ് ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയ ആളെ MLA ബലമായി പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. MLAക്കെതിരെയാണ് കേസ്. കൂടുതൽ വിവരങ്ങൾ മിഥുൻ മുരളി. വിനോദ്, ഈ സംഭവത്തിന് തൊട്ട് പിന്നാലെ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. കൃത്യനിർവഹണം തടസ്സപ്പെടുന്ന രീതിയിലാണ് MLA ഇടപെടൽ നടത്തിയത് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. MLA ഈ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തി ഉദ്യോഗസ്ഥരെയെല്ലാം ഭീഷണിപ്പെടുത്തി കസ്റ്റഡിയിലുള്ള ആളെ ഇറക്കിക്കൊണ്ടു പോകുന്നു. വലിയ കൃത്യവിലോപം നടത്തുന്ന രീതിയിലുള്ള ഇടപെടൽ, ഭീഷണിപ്പെടുത്തൽ നടത്തിയ MLAക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കൂടൽ പോലീസിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ 3 പരാതികൾ നൽകിയത്. ഈ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് വനപാലകർ പരാതി നൽകിയത്. പ്രധാനമായിട്ടും ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചത് തങ്ങളുടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ, ജോലി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ MLA ഇടപെടൽ നടത്തി, ഭീഷണിപ്പെടുത്തൽ നടത്തി. അതിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നു. കേസെടുക്കണം, ഇതായിരുന്നു പ്രധാനമായിട്ടും ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കോന്നി MLA KU ജനീഷ് കുമാറിനെതിരെ കൂടൽ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ വനപാലകർക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. ഇടത് സംഘടനയായ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് അസോസിയേഷൻ ഇതിനോടകം തന്നെ വലിയ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ചില സ്വാർത്ഥ താല്പര്യക്കാർ വനപാലകർക്കെതിരെ അക്രമങ്ങൾ അഴിച്ചുവിടുകയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ സംഘടന ഉന്നയിക്കുന്ന ആരോപണം. ഈ സംഭവത്തോടു കൂടി വനവകുപ്പും സർക്കാരും തുറന്ന പോരിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യവും നിലവിൽ വരുന്നു. MLA ഈ ഒരു സംഭവത്തെ തന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുമ്പോൾ അതിന് CPM-ഉം പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി, CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമും MLA പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. CPM-ന്റെ പിന്തുണ കൂടി MLAക്ക് ലഭിച്ചതോടുകൂടി വനം വകുപ്പും സർക്കാരും തമ്മിലുള്ള ഒരു തുറന്ന പോരിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നു. എന്തായാലും ഇപ്പോൾ വനം വകുപ്പ് പരാതിയിൽ MLAക്കെതിരെ കേസെടുത്തു പോലീസ്. കൂടുതൽ നിയമപരമായ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. കേരളത്തിലെ ഒരു MLAക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായി കാട്ടാനൊക്കെ ചെറിയ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഷോക്കേറ്റാണ് കാട്ടാന ചെരിഞ്ഞത് എന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലെടുത്ത ആളെ ബലമായി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും വിട്ട് മോചിപ്പിക്കുന്നതിന് വേണ്ടി MLA നടത്തിയ ആ രോഷപ്രകടനത്തിന്റെ സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. വിനോദ്. അതെ, വനം വകുപ്പിന്റെ പരാതിയിലാണ് KU ജനീഷ് കുമാർ MLAക്കെതിരെ ഇപ്പോൾ കേസ് പോലീസ് എടുത്തിട്ടുള്ളത്. വനം വകുപ്പ് ഓഫീസിൽ കയറി ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും അതേപോലെ തന്നെ അവർ കസ്റ്റഡിയിൽ എടുത്ത ആളെ ബലമായി MLA പിടിച്ചുകൊണ്ടു പോവുകയുമായിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ നടപടി. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.